ചില ഫങ്ഷൻസിനൊക്കെ എല്ലാവരും കൂടുതൽ എൻക്വയറി ചെയ്യുന്നത് സോഫ്റ്റ് ടിഷ്യൂവിൽ, അതുപോലെ തന്നെ ലൈറ്റ് ചിക്കു ഷെയ്ഡ്, അതായത് ടെമ്പിൾ ഷൂട്ട്, അതുപോലെ തന്നെ ഈ ചേർച്ചിൽ വരുന്ന പ്രോഗ്രാംസും ചില ബാപ്റ്റിസം, ഈ ആദ്യ കുർബാന സ്വീകരണം, ആ ഒരു ടൈമിലൊക്കെ ഈ ഒരു ഷെയ്ഡ്, ഈ കാണുന്ന ലൈറ്റ് ഐവറി ഷെയ്ഡിൽ, അതായത് ചിക്കു എന്നും പറയാൻ പറ്റില്ല, ഐവറി എന്ന് പറയാത്ത ഈ ഒരു ഷെയ്ഡ് വിത്ത് എംബ്രോയ്ഡറി പാറ്റേണിലൊക്കെ അധികം നമുക്ക് എൻക്വയറി വരുന്ന ഒരു സാരീസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് എംബ്രോയ്ഡറി പാറ്റേണിൽ വരുന്ന ഐവറി ഷെയ്ഡിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. ഇത് സെക്കൻഡ് ഡിസൈൻ ഇതാണ് വന്നിരിക്കുന്നത്. ഇതാണ് തേർഡ് ഡിസൈൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ലാസ്റ്റ് വൺ ഇതാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ചിക്കു ആണ്, പേസ്റ്റൽ ചിക്കു അല്ലെങ്കിൽ ലൈറ്റ് ഐവറി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സോഫ്റ്റാണ്, എലഗൻ്റ് ആയിട്ട് വരുന്ന ഒരു 4100 റേഞ്ചിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. ബാപ്റ്റിസ് ഇനിയിപ്പോൾ മെയിലൊക്കെ ഹോളി കമ്മ്യൂണിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരാൻ പോകുന്ന സാരീസാണ്. ഇതിൽ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു എലഗൻറ്റ് ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. നല്ല പേസ്റ്റൽ കളറിൽ വരുന്ന എംബ്രോയ്ഡറിയാണ്. കാരണം നമ്മൾ ലൈറ്റ് ചിക്ക് വന്നിട്ട് ഡാർക്ക് എംബ്രോയ്ഡറി വരുന്ന സമയത്ത് മൊത്തം അതിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ മാറും. അതുകൊണ്ട് ഒരു സെറി പാറ്റേണിൽ നല്ലൊരു പേസ്റ്റൽ പീച്ച് കളറിൽ വരുന്ന എംബ്രോയ്ഡറി പാറ്റേൺ ആണ്. ഇതാണ് ബോഡി ഫുൾ വന്നിരിക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി പാറ്റേണിലാണ്. പല്ലു പോർഷൻ ഇതാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സെയിം ടോണിൽ തന്നെ വരുന്ന ഇതാണ് ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ ആയിട്ട്. 4100 ആണ് ഈ സാരീസിൻ്റെ ഒക്കെ റേറ്റ് വന്നിരിക്കുന്നത്. നല്ലൊരു വേണമെങ്കിലൊരു നമുക്ക് ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലൈറ്റ് ഈ ഒരു ഷെയ്ഡ്സ് ഒക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. നല്ല എലഗൻ ലുക്കായിട്ടൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന 4100 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ സെയിം സാരി തന്നെ ഇതിൻ്റെ എംബ്രോയ്ഡറി പാറ്റേണിൽ വന്നിരിക്കുന്നത് പേസ്റ്റൽ സ്കൈ ബ്ലൂ ആണ്. പേസ്റ്റൽ സ്കൈ ബ്ലൂവിൽ സെയിം തന്നെ സാരിയാണ്. ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് ഇതാണ് വന്നിരിക്കുന്നത്. ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ. നല്ലൊരു എലഗൻ ലുക്കല്ലേ ഈ ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡിൽ വരുമ്പം തന്നെ. കാരണം കോപ്പർ ടിൻറ്റിലാണ് ഇതിൻ്റെ സൈഡ് ബോർഡർ പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ലൊരു എലഗൻ ലുക്കിൽ വരുന്ന സാരി. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ട് ഇതേണ്ട ഐവറിയിൽ നല്ല ഭംഗിയില്ലേ സാരി കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി സാരിയാണ്. എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ലൈറ്റ് പേസ്റ്റൽ പീച്ചും പ്ലസ് ഒരു പേസ്റ്റൽ ഗ്രീനും വരുന്ന മിക്സിംഗ് ആയിട്ട് വരുന്ന എംബ്രോയ്ഡറി പാറ്റേൺ ആണ്. പല്ലു പോർഷൻ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു ടൈപ്പിലാണ്. നേരത്തെ ഡിഫറെൻ്റ് ആയിട്ട് ലൈൻ പാറ്റേണിൽ ലൈറ്റ് ചിക്കു അല്ലെങ്കിൽ ഐവറി രണ്ടും കൂടെ മിക്സായിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. അപ്പം നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ സാരി. അതിൽ എംബ്രോയ്ഡറി ഡിസൈൻ വന്നിരിക്കുന്നത് സീ ഗ്രീനാണ്. സീ ഗ്രീനും നേരത്തത് സ്കൈ ബ്ലൂ ടൈപ്പിൽ വരുന്നത്. ഇത് സീ ഗ്രീനും എംബ്രോയ്ഡറി ഡിസൈനിൽ മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇതാണ് പല്ലു പോർഷൻ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് 4100 ആണ് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. നല്ല നമുക്ക് ബോഡി ഹഗ്ഗായിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. നമുക്ക് വെയർ ചെയ്താൽ തന്നെ അടിപൊളിയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന എംബ്രോയ്ഡറി പാറ്റേൺ. എല്ലാം കളറൊക്കെ സെയിം ആണ്. എംബ്രോയ്ഡറിയിൽ മാത്രമാണ് ചെറിയ ഡിഫറെൻ്റ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ലൈറ്റ് പേസ്റ്റൽ പിങ്കും പീച്ചും മിക്സായിട്ട് വരുന്ന എംബ്രോയ്ഡറിയാണ്. മെഷീൻ എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത്. പല്ലു പോർഷനിൽ ചെറിയൊരു ആൻറ്റിക് ജെറി വീവിംഗ് ആണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ലൈനായിട്ട് ഈ ഒരു വീവിംഗ് പാറ്റേണിലാണ്. ലൈറ്റ് ഷെയ്ഡ്സ് പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുന്നത്. ഒരു ടെമ്പിൾ ഒരു എന്താ പറയുക ടെമ്പിളിലോ അല്ലെങ്കിൽ ചേർച്ച് ഫങ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഡ്രസ് കോഡായിട്ട് വേണ്ടവർ അതും പറഞ്ഞാൽ. എന്നാലും വലിയൊരു ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഇത് അവൈലബിൾ ആക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. അതുപോലെ തന്നെ ഒത്തിരി കളക്ഷൻസ് ഇതിൽ ഈ ഒരു ചിക്കു ഷെയ്ഡിൽ വരുന്ന സെമി ടെസറിലും വരുന്ന കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലും അതുപോലെ തന്നെ പ്രീമിയം കാറ്റഗറിയിൽ നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. നമുക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ നേരിട്ട് നമ്മളെ തളാപ്പ് ഷോറൂമിലേക്ക് നേരിട്ട് വന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർ ഈ ഒരു കാറ്റഗറി
കളറ് ഐവറി അല്ലെങ്കിൽ ലൈറ്റ് ചിക്കു കളറിൽ വരുന്ന സാരീസ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ഫെസിലിറ്റിയിലൂടെ നമുക്ക് കോൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ. പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നത് എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു.